ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT സുപ്രീം കോടതിയിൽ. കേസിൽ ജയശ്രീക്കുള്ള പങ്ക് വ്യക്തമായതാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ജയശ്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും SITയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പാലക്കാട്ടെ പ്രമുഖ CPIM BJP നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കം. CPIM മുതിർന്ന നേതാവ് PK ശശിയെ തന്നെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമം സജീവമാണ്. PK ശശി എത്തിയാൽ ഷൊർണൂർ ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയേക്കും. BJP നേതാവ് പ്രമീള ശശിധരനെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് വിവരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രമീള ശശിധരൻ പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് എത്തുമ്പോഴായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശനം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. VS അച്യുതാനന്ദന്റെ മുൻ PA സുരേഷിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി മത്സരിക്കാനുള്ള സാധ്യത തള്ളി CPI നേതാവും മന്ത്രിയുമായ J ചിഞ്ചുറാണി. തന്റെ മണ്ഡലം മാറ്റ വാർത്തയ്ക്ക് പിന്നിൽ സീറ്റിൽ താൽപര്യമുള്ള ചിലരുണ്ടാകാമെന്നും കൊല്ലം ജില്ലയിലെ ചടയമംഗലം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അവർ വ്യക്തമാക്കി. താൻ ഒരു ടൈം മാത്രമാണ് മത്സരിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സ്വാഭാവിക ക്ലെയിം തനിക്കുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ വൻ വികസനമാണ് ഉണ്ടായത്. അതിനാൽ തന്നെ ചടയമംഗലത്ത് LDF ജയിക്കുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് തിരിച്ചടിയേൽക്കാൻ കാരണം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനം ചർച്ച ചെയ്യാത്തതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചേക്കുമെന്ന് സൂചന. ടിക്കറ്റ് നിരക്ക് 5 മുതൽ 15 രൂപ വരെ വർദ്ധിപ്പിക്കും. സർവീസ് ചാർജും സെസ്സും പരിഷ്കരിക്കാനായി സർക്കാർ നിയോഗിച്ച സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും നിരക്ക് വർധനവ് സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനം സ്വീകരിക്കുക. സെസ് തുക നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആവശ്യം. ഈ വർധനവിലൂടെ ലഭിക്കുന്ന പണം കലാകാരന്മാരുടെ ക്ഷേമത്തിന് വിനിയോഗിക്കണം. സർവീസ് ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഭേദഗതി വരുത്താതെ തന്നെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചേക്കും. തിരുവല്ല ആലംതുരുത്തിയിൽ +1 വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ആലംതുരുത്തി സ്വദേശിനി 16-കാരിയുമായ ആരതിയാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ആരതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവല്ല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.